ഭാഗം 1. പുസ്തകം 2, അധ്യായം 6. ദേവാലയത്തിൽ വെച്ച് പരിശുദ്ധ രാജ്ഞിക്കുണ്ടായ പരീക്ഷണങ്ങളും അവളുടെ മാതാപിതാക്കളുടെ മരണവും. പരിശുദ്ധ രാജ്ഞി ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻപാകെ ദൈവകൃപയിൽ വളർന്നു വന്നു. അത്യുന്നതൻ തന്റെ ദാനങ്ങൾ ഓരോ മണിക്കൂറിലും അവളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരുന്നു. ഇളം പ്രായത്തിൽ തന്നെ അവളുടെ മഹിമ പ്രഭാവം ദർശിച്ച മാലാഖമാർ വിസ്മയഭരിതരായി. അത്യുന്നതനും ഈ കൊച്ചു രാജകുമാരിയും തമ്മിലുള്ള ദിവ്യവും അത്ഭുതകരവുമായ മത്സരത്തിന് ആകാശശക്തികൾ സാക്ഷികളായി. അവളെ പരിപോഷിക്കുന്നതിനു വേണ്ടി ദൈവം സ്വർഗീയ നിക്ഷേപത്തിൽ നിന്നും ധാരാളം അനുഗ്രഹങ്ങൾ അവളിലേക്ക് കോരിച്ചൊരിഞ്ഞുകൊണ്ടിരുന്നു. ദൈവവചനത്തിന്റെ വിത്ത് പൊട്ടിമുളച്ച് ദൈവത്തിന്റെ കൃപാവരങ്ങളും ദാനങ്ങളും 100 മേനി ഫലം ചൂടുന്ന അനുഗ്രഹീതയായ ഭൂമിയായിരുന്നു അവൾ. സ്നേഹത്തിലും നന്ദി പ്രകടനത്തിലും സ്തുതികളിലും സുഹൃതങ്ങളിലും ആരാധനയിലും അവൾ സെറാഫിം മാലാഖമാരെയും അതിശയിപ്പിക്കും വിധം വർദ്ധിച്ചു. ഈ പ്രായത്തിലെ അവൾ വേദഗ്രന്ഥങ്ങൾ ഹൃദിസ്ഥമാക്കി. അവ വായിക്കുന്നതിനായി അവൾ ഏറെ സമയം ചെലവഴിച്ചിരുന്നു. അവൾ ജ്ഞാനപൂരിതയായിരുന്നതിനാൽ ദൈവിക വെളിപാടുകൾ അറിയുകയും ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്തു. മാനവരാശിയുടെ രക്ഷയ്ക്കു വേണ്ടിയും വചനം മാംസമാകുന്നതിനു വേണ്ടിയും അവൾ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചിരുന്നു. അവൾ സാധാരണയായി ഏശയ്യ, ജെറമിയ എന്നീ പ്രവാചകരുടെ പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും വായിച്ചിരുന്നു. കാരണം മിശിഹാ രഹസ്യങ്ങളും കൃപയുടെ നിയമങ്ങളും ഇതിൽ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് വായിക്കുന്നത് അവൾക്ക് ആനന്ദമായിരുന്നു. ഗഹനവും അത്ഭുതാവഹവുമായ ചോദ്യങ്ങൾ അവൾ സ്വയം ചോദിക്കുകയും ദുർഗ്രഹമായവ മാലാഖമാരുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഈശോയുടെ മനുഷ്യാവതാര രഹസ്യങ്ങളെപ്പറ്റിയും സഹനമരണത്തെക്കുറിച്ചും ധ്യാനിച്ച് അവൾ വിസ്മയം പൂണ്ടിരുന്നു. അവളുടെ ചോദ്യങ്ങൾക്കും ചിന്തകൾക്കും മാലാഖമാരും സ്രാപ്പേന്മാരും ഉത്തരങ്ങൾ നൽകി ആ കുഞ്ഞു ഹൃദയത്തെ ജ്വലിപ്പിച്ചിരുന്നു. തന്റെ അഗാധമായ എളിമയാൽ കർത്താവിന്റെയും അവിടുത്തേക്ക് ഈ ഭൂമിയിൽ ജനിക്കാൻ അവൻ തിരഞ്ഞെടുക്കുന്ന അമ്മയുടെയും ദാസിയാകാൻ അവൾ തന്നെ സമർപ്പിച്ചിരുന്നു. കുഞ്ഞു രാജകുമാരിയെ ദൈവം കൃപകളും സുഹൃതങ്ങളും കൊണ്ട് നിറച്ചിരുന്നു. രാജാതിരാജനായ ദൈവം പ്രത്യക്ഷപ്പെട്ട് അവളോട് പറഞ്ഞു, എന്റെ വധുവും എന്റെ മാടപ്രാവുമായവളെ, നിത്യമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ കണ്ണുകളുടെ ആനന്ദവും എന്റെ ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരവുമാണ് നീ. എന്റെ ഏകജാതൻ മനുഷ്യരൂപം ധരിക്കുമ്പോൾ അവൻ കുരിശിന്റെ വഴി സ്വയം തെരഞ്ഞെടുക്കും. തന്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും അത് അവൻ ഏവരെയും പഠിപ്പിച്ചു. തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഈ വഴി അവകാശമായി നൽകും. അതിന്മേൽ അവൻ കൃപയുടെ നിയമം സ്ഥാപിക്കുമെന്നും നിനക്കറിയാമല്ലോ. എന്റെ പ്രിയപുത്രൻ സഹനങ്ങളിലൂടെയും കുരിശിലൂടെയും മഹത്വത്തിന്റെ കിരീടം നേടിയെടുക്കും. മനുഷ്യനും തന്റെ സഹനത്തിലൂടെയും കുരിശിലൂടെയും ഈ മഹത്വത്തിന്റെ കിരീടം സ്വന്തമാക്കണം. എന്റെ മണവാട്ടി, എന്റെ ആനന്ദത്തിനു വേണ്ടി എന്റെ വലത്തുകരം നിന്നെ തിരഞ്ഞെടുത്തു. എന്റെ ദാനങ്ങളും കൃപകളും കൊണ്ട് നിന്നെ നിറച്ചു. ആയതിനാൽ എന്നോടുള്ള സ്നേഹത്തെ പ്രതി നീ സങ്കടങ്ങൾക്കും കഷ്ടതകൾക്കും നിന്നെ തന്നെ സമർപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്യുന്നതന്റെ ഈ ആഗ്രഹത്തിന് രാജകുമാരി പ്രത്യുത്തരം നൽകി. കർത്താവും ദൈവവും രാജാവുമായവനെ, എന്റെ എല്ലാ സിദ്ധികളും അങ്ങെനിക്കു നൽകിയ അസ്തിത്വം തന്നെയും അങ്ങേക്ക് ബലിയായി അർപ്പിക്കാൻ ഞാൻ തയ്യാറായിരിക്കുന്നു. എന്തെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവിടുന്ന് എനിക്ക് നൽകുകയാണെങ്കിൽ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി മരണം വരെയുള്ള സഹനം തിരഞ്ഞെടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങയുടെ കണ്ണുകളിൽ സ്വീകാര്യമായ ഈ അടിമയെ ഒരു ഹോമബലിയാക്കി മാറ്റണമേ എന്ന് ഞാൻ യാചിക്കുന്നു. ഞാൻ അങ്ങയോട് അത്യധികം കടപ്പെട്ടിരിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിന് ചേർന്ന വിധം ഈ കടം വീട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ സഹനങ്ങളെ പ്രതിനന്ദിയായി അവിടുന്ന് സ്വീകരിക്കണമേ. മരണത്തിന്റെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും എന്റെ മേൽ വന്നുകൊള്ളട്ടെ. ഞാൻ അങ്ങയുടെ ദിവ്യ സംരക്ഷണം മാത്രം ചോദിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. എന്നെ തള്ളിക്കളയരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൂർവികരോടും പ്രവാചകരോടും ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങളെ അവിടുന്ന് ഇപ്പോൾ ഓർമ്മിക്കണമേ. നീതിമാന്മാരെ അവിടുന്ന് കടാക്ഷിക്കും. ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുടെ കൂടെ അവിടുന്നുണ്ടായിരിക്കും. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കും. അവരുടെ ക്ലേശങ്ങളിൽ അവർക്ക് സംരക്ഷണവും പ്രചോദനവുമായിരിക്കുമെന്നുമാണല്ലോ അവിടുത്തെ വാഗ്ദാനം. അങ്ങയുടെ വാക്കുകൾ സത്യവും തെറ്റില്ലാത്തതുമാണ്. അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഉറപ്പുള്ളവയാണ്. അങ്ങയുടെ വാക്കുകൾ
നിറവേറപ്പെടാതിരിക്കുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും തകർന്നു തരിപ്പണമാകുന്നതാണ്. അങ്ങയുടെ കാരുണ്യത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നവന്റെ മേൽ അവിടത്തേക്കുള്ള സ്നേഹത്തെ കെടുത്തിക്കളയാൻ സൃഷ്ടികളുടെ തിന്മകൾക്ക് ഒരിക്കലും സാധ്യമല്ല. അങ്ങയുടെ പരിപാവനവും പരിപൂർണവുമായ തിരുഹിതം എന്നിൽ നിറവേറട്ടെ. അത്യുന്നത ദൈവം കുഞ്ഞുമേരിയുടെ ഈ സമർപ്പണം സ്വീകരിച്ചു. ഏറ്റവും പ്രസന്നമായ മുഖഭാവത്തോടെ അവൻ അവളോട് പറഞ്ഞു, രാജകുമാരിയും എന്റെ വെള്ളരിപ്രാവും എന്റെ വാത്സല്യഭാജനവും തിരഞ്ഞെടുക്കപ്പെട്ടവളുമായവളെ, നിന്റെ ചിന്തകൾ എത്ര മനോഹരമാണ്. നിന്റെ അഭിലാഷങ്ങൾ എനിക്ക് അത്യന്തം ആനന്ദദായകമാകിയാൽ ഞാൻ അവ സ്വീകരിക്കുന്നു. അവയുടെ പൂർത്തീകരണത്തിന് മുന്നോടിയായി എന്റെ ദൈവിക ആജ്ഞപ്രകാരം നിന്റെ പിതാവായ യോവാക്യം ഈ മർത്യലോകത്തിൽ നിന്ന് നിത്യവും അമർത്യവുമായ ലോകത്തേക്ക് കടന്നുപോകും. അധികം താമസിയാതെ അവന്റെ മരണം സംഭവിക്കും. അവൻ സമാധാനത്തോടെ കടന്നു പോകുകയും അവന്റെ പേര് വിശുദ്ധരോടൊപ്പം ചേർക്കപ്പെടുകയും ചെയ്യും. ഈ അരുളപ്പാട് കുഞ്ഞു മറിയത്തിന്റെ ഹൃദയത്തെ ഉലച്ചില്ല. പ്രകൃതിക്കും പ്രസാദവരത്തിനും അർഹമായ സ്ഥാനം നൽകിക്കൊണ്ട് അവളുടെ പിതാവായ വിശുദ്ധ യോവാക്യമിനു വേണ്ടി അവൾ ഹൃദയഹാരിയായ പ്രാർത്ഥന നടത്തി. ദൈവത്തിൽ ആശ്രയിച്ച് അനുഗ്രഹീതമായ ഒരു മരണം ലഭിക്കുന്നതിനു വേണ്ടി അവൾ കർത്താവിനോട് യാചിച്ചു. മരണവിനാഴികയിൽ പിശാചിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിനു വേണ്ടി അവൾ പ്രത്യേകം പ്രാർത്ഥിച്ചു. തന്റെ രാജാവിനെ കൂടുതൽ മഹത്വപ്പെടുത്തുന്നതിനായി ദൈവം കൽപ്പിച്ചു തരുന്നതെല്ലാം സഹിച്ചു കൊള്ളാമെന്ന് അവൾ വാഗ്ദാനം ചെയ്തു. കർത്താവ് അവളുടെ അപേക്ഷ സ്വീകരിച്ച് ഈ സ്വർഗീയ ശിശുവിനെ ആശ്വസിപ്പിച്ചു. അവളുടെ പിതാവിനെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം അവൻ പ്രതിഫലം നൽകുമെന്നും അബ്രാഹത്തിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടുമൊപ്പം അദ്ദേഹത്തെ ഇരുത്തുമെന്നും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ദുരിതങ്ങൾ സ്വീകരിക്കാനും സഹിക്കാനും അവൻ അവളെ പുതുതായി ഒരുക്കി. യോവാക്യമിന്റെ മരണത്തിന്റെ 8 ദിവസം മുൻപ് മരണദിവസവും സമയവും അവൻ അവളെ അറിയിച്ചു. അപ്പോൾ അവൾ ദേവാലയത്തിൽ പ്രവേശിച്ചിട്ട് 6 മാസം കഴിഞ്ഞിരുന്നു. ഈ അറിയിപ്പ് കർത്താവിൽ നിന്ന് ലഭിച്ചയുടനെ വെളിപാടിൽ വിശുദ്ധ യോഹന്നാൻ പ്രതിപാദിച്ചിരിക്കുന്ന 12 മാലാഖമാരോട് അവളുടെ പിതാവായ യോവാക്യമിനെ രോഗത്തിൽ ആശ്വസിപ്പിക്കണമെന്ന് അവൾ അപേക്ഷിച്ചു. അവർ ആ അപേക്ഷ സ്വീകരിക്കുകയും ചെയ്തു. അവന്റെ അവസാന വിനാഴികകളിൽ അവൾ കർത്താവിനോട് ചോദിച്ച് തന്റെ കാവൽ മാലാഖമാരെ യോവാക്യമിന് ദൃഷ്ടിഗോചരമായി ശുശ്രൂഷിക്കുന്നതിനായി നിയോഗിച്ചു. യോവാക്യം മേരിയുടെ കാവൽക്കാരായ 1000 മാലാഖമാരെ കണ്ടു. മേരിയുടെ ആഗ്രഹം സ്വീകരിച്ച് കർത്താവ് മാലാഖമാരോട് യോവാക്യമിനോട് ഇപ്രകാരം സംസാരിക്കാൻ കൽപ്പിച്ചു. ദൈവത്തിന്റെ മനുഷ്യ, അത്യുന്നതനും സർവശക്തനുമായ കർത്താവായിരിക്കട്ടെ നിന്റെ രക്ഷ. അവൻ തന്റെ വിശുദ്ധ സ്ഥലത്തു നിന്നും നിന്റെ ആത്മാവിന് ആവശ്യവും അവസരോചിതവുമായ സഹായം നൽകട്ടെ. നിന്റെ മകളായ മേരിയാണ് ഈ മണിക്കൂറിൽ നിന്നെ സഹായിക്കാൻ ഞങ്ങളെ അയച്ചിരിക്കുന്നത്. ഈ സമയത്ത് നീ നിന്റെ സ്രഷ്ടാവിന് നിന്റെ മർത്യതയുടെ കടം വീട്ടേണ്ടിയിരിക്കുന്നു. സർവശക്തന്റെ മുൻപിൽ ഏറ്റവും വിശ്വസ്തയും ശക്തിയുമായ മധ്യസ്ഥയാണവൾ. കർത്താവിന്റെ നാമത്തിലും സമാധാനത്തിലുമാണ് ഇപ്പോൾ ഈ ലോകത്തിൽ നിന്ന് നീ ആശ്വസിപ്പിക്കപ്പെട്ട് ആനന്ദത്തോടെ കടന്നു പോകുന്നത്. എന്തെന്നാൽ അവൻ നിന്നെ ഇത്ര ഭാഗ്യവതിയായ ഒരു മകളുടെ പിതാവാക്കിയിരിക്കുന്നു. നിന്റെ മകളുടെ ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ലാത്ത പ്രഭാവം നീ അറിയണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ നീ അവനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടതിനും ഈ വാർത്ത കേൾക്കുമ്പോൾ ലഭിക്കുന്ന ആത്മീയ ആനന്ദത്തിലൂടെ സ്വാഭാവിക മരണത്തിന്റെ വേദനയ്ക്കും സങ്കടത്തിനും ആശ്വാസം ലഭിക്കുകയും ചെയ്യേണ്ടതിനാണ്. നിന്റെ മകൾ മേരിയെ സർവശക്തൻ തിരഞ്ഞെടുക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ദൈവവചനം മനുഷ്യരൂപം ധരിക്കുന്നത് അവളിലായിരിക്കും. മിശിഹായുടെ അമ്മയാകേണ്ടവളാണ് മേരി, സ്ത്രീകളിൽ വെച്ച് ഏറ്റവും ഭാഗ്യവതി, എല്ലാ സൃഷ്ടികളിലും വെച്ച് ഏറ്റവും പുകഴ്ത്തപ്പെടേണ്ടവൾ. ദൈവത്തിന് മാത്രം താഴെയായിരിക്കും അവൾ. ആദ്യ പാപം മൂലം നഷ്ടമായതെന്തോ അത് വീണ്ടെടുക്കാനുള്ളവളാണ് നിന്റെ ഭാഗ്യവതിയായ മകൾ. പുതിയ കൃപയുടെ നിയമം നിർമ്മിക്കപ്പെടുകയും സ്ഥാപിക്കപ്പെടുകയും ചെയ്യേണ്ടതായ ഏറ്റവും ഉന്നതമായ കൊടുമുടിയാണവൾ. നീ ലോകത്തിന് തന്നിട്ടു പോകുന്ന മകളിലൂടെ ദൈവം ലോകത്തെ വീണ്ടെടുക്കും. ആത്മീയ ആനന്ദത്തോടെ നിനക്ക് ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോകാം. യോവാക്യമിനോട് വിശുദ്ധ മാലാഖ ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ വിശുദ്ധ അന്ന അവന്റെ കിടക്കയുടെ തലയ്ക്കൽ നിൽപ്പുണ്ടായിരുന്നു. അവൾ ഇതു കേൾക്കുകയും കേട്ടവ മനസ്സിലാക്കുകയും ചെയ്തു.
ആ നിമിഷം യോവാക്കിമിന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു. ഈ സന്ദേശം ലഭിച്ചതിലുള്ള ആനന്ദവും തീവ്രമായ മരണവേദനയും ഒരുമിച്ച് ആരംഭിച്ചു. ആത്മാവിന്റെ ആന്തരിക ശക്തികൾ തമ്മിലുള്ള ഉഗ്രപോരാട്ടം നടക്കുമ്പോൾ ദൈവസ്നേഹം കരകവിഞ്ഞൊഴുകുകയായിരുന്നു. വിശ്വാസം, ആരാധന, സ്തുതി, നന്ദി, എളിമ കൂടാതെ മറ്റു പല സുകൃതങ്ങളുടെയും രൂപത്തിൽ ഈ ദൈവസ്നേഹം ബഹിർഗമിച്ചു. ദൈവികമായ ആനന്ദത്തിൽ ആമഗ്നനായി അവൻ വിശുദ്ധരുടെ അമൂല്യമായ മരണം സ്വീകരിച്ചു. സങ്കീർത്തനം 116:15. അവന്റെ വിശുദ്ധമായ ആത്മാവ് മാലാഖമാരാൽ സംവഹിക്കപ്പെട്ട് വിശുദ്ധരുടെയും നീതിമാന്മാരുടെയും അരികിലേക്ക് നയിക്കപ്പെട്ടു. ഒരു പുതിയ പ്രകാശത്തിലേക്കും ആശ്വാസത്തിലേക്കും അവൻ നയിക്കപ്പെട്ടു. അത്യുന്നതൻ യോവാക്കിമിനെ അവസാനത്തെ സന്ദേശവാഹകനായും കർത്താവിന്റെ പ്രതിപുരുഷനായും നിയോഗിച്ചു. നിത്യപ്രകാശത്തിന്റെ പ്രഭാതം സമീപമെത്തിയിരിക്കുന്നു. യോവാക്കിമിന്റെയും അന്നയുടെയും മകളായ പരിശുദ്ധ മറിയത്തിലൂടെയാണ് സുപ്രഭാതം പൊട്ടിവിടരുന്നത്. മനുഷ്യകുലത്തിന്റെ രക്ഷകനായ ക്രിസ്തു അവളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അന്ധകാരത്തിന് തടവറയിലായിരുന്ന വിശുദ്ധ പിതാക്കന്മാരും നീതിമാന്മാരും അത്യാഹ്ലാദത്തോടെ ഈ സന്ദേശം സ്വീകരിക്കുകയും നന്ദിയുടെ കീർത്തനങ്ങൾ ആലപിക്കുകയും ചെയ്തു. കൊച്ചു രാജകുമാരിക്കുണ്ടായ ആദ്യത്തെ സഹനം അവളെ ബലപ്പെടുത്താനായി ദൈവം തുടർച്ചയായി നൽകിക്കൊണ്ടിരുന്ന ദർശനങ്ങൾ താൽക്കാലികമായി നിർത്തലാക്കി എന്നതാണ്. മാലാഖമാരും അവളുടെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്നു. എങ്കിലും അവൾക്കു ചുറ്റിലും നിന്ന് അദൃശ്യ സംരക്ഷണം അവർ നൽകിയിരുന്നു. ഈ പാവനമായ ആത്മാവ് അതിന്റെ ഇരുണ്ട രാത്രികളിൽ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. വരാനിരിക്കുന്ന സഹനങ്ങൾക്കായി കർത്താവ് അവളെ ഒരുക്കുകയായിരുന്നു. ആ വെള്ളരിപ്രാവിന്റെ നിഷ്കളങ്ക ഹൃദയം യാതൊരു പ്രായോഗിക നിഗമനത്തിലും എത്തിച്ചേർന്നില്ല. അവൾക്ക് നഷ്ടമായ ദൈവിക സാന്നിധ്യത്തിനും ദർശനങ്ങൾക്കും അവൾ ഒരിക്കലും ഇനിമേൽ അർഹയല്ലെന്ന് അഗാധമായ എളിമ നിമിത്തം ചിന്തിക്കാൻ തുടങ്ങി. ഇത്ര നികൃഷ്ടയായ ഒരു സൃഷ്ടിക്ക് അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് യോഗ്യതയില്ല എന്നവൾ കർത്താവിനോട് പറഞ്ഞു. അങ്ങയുടെ സൗഹൃദം നഷ്ടമായതിനെ ഓർത്ത് എന്റെ ആത്മാവ് സ്വയം പഴിക്കുകയാണ്. എന്റെ നന്ദിഹീനത എന്നെ പ്രകാശിപ്പിച്ച സൂര്യനെ തമസ്കരിച്ചെങ്കിലും എന്റെ ഉപേക്ഷ എന്ന പാപത്തെ അങ്ങ് കണക്കിലെടുക്കരുതേ. അങ്ങയ്ക്ക് നന്ദി പറയേണ്ടതെങ്ങനെയെന്നോ അങ്ങയുടെ കണ്ണുകളിൽ സ്വീകാര്യമായതെന്തെന്നോ നിസ്സാരമായ എനിക്കറിയില്ലായിരുന്നു. ഈ ഭൂമിയിൽ പൂഴിയോട് പറ്റിച്ചേർന്ന് സാഷ്ടാംഗം പ്രണമിക്കുന്ന എന്നെ അത്യുന്നതങ്ങളിൽ വസിക്കുന്ന അങ്ങ് കടാക്ഷിച്ച് കൈപിടിച്ചുയർത്തണമേ. അങ്ങയുടെ ശക്തമായ കരങ്ങളാണ് എനിക്ക് രൂപം തന്നത്. ജോബ് 10:8. എന്തിൽ നിന്നാണ് നമ്മെ മെനഞ്ഞെടുത്തതെന്നും ഏതുതരം പാത്രത്തിലാണ് അങ്ങയുടെ നിധികൾ സൂക്ഷിച്ചിരിക്കുന്നതെന്നും അവിടുന്ന് അറിയുന്നുവല്ലോ. എന്റെ ആത്മാവ് ദുഃഖിച്ചു തളരുന്നു. എന്തെന്നാൽ അങ്ങാണ് എന്റെ ജീവൻ. എന്റെ കൂമ്പിപ്പോയ ജീവനെ വീണ്ടെടുക്കാൻ അങ്ങേക്കു കഴിയും. അങ്ങയുടെ അസാന്നിധ്യത്തിൽ ഞാൻ എങ്ങോട്ട് പോകും? ആര് എന്നെ ആശ്വസിപ്പിക്കും? മരണത്തിൽ നിന്ന് ആരെന്നെ രക്ഷിക്കും? അവൾ മാലാഖമാരോട് നിർത്താതെ അവളുടെ പരാതികൾ തുടർന്നു. ഏറ്റവും വലിയവനും അത്യുന്നതനുമായ രാജാവിന്റെ സ്വർഗീയ രാജകുമാരന്മാരെ, സ്ഥാനപതികളെ, എന്റെ ആത്മാവിന്റെ ഏറ്റവും വിശ്വസ്തരായ സ്നേഹിതരെ, നിങ്ങളും എന്തുകൊണ്ടാണ് എന്നെ ഉപേക്ഷിച്ചത്? നിങ്ങളുടെ സുന്ദരമായ മുഖങ്ങളുടെ കാഴ്ച എനിക്ക് നഷ്ടമാകുകയും നിങ്ങളുമായുള്ള സംഭാഷണം എനിക്ക് നിഷേധിക്കുകയും ചെയ്യുന്നതെന്തുകൊണ്ട്? സ്വർഗത്തിലെ ദീപങ്ങളെ, എന്റെ അജ്ഞതയിൽ പ്രകാശം ചൊരിയണമേ. എനിക്ക് തെറ്റിപ്പോയെങ്കിൽ എന്നെ തിരുത്തുകയും ദൈവത്തിന്റെ ക്ഷമ എനിക്കായി വാങ്ങിത്തരുകയും ചെയ്യണമേ. സ്വർഗീയ ജെറുസലേമിന്റെ ശ്രേഷ്ഠരായ രാജകുമാരന്മാരെ, എന്റെ സങ്കടത്തിലും എന്റെ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലും എന്നോട് ദയ തോന്നണമേ. എന്റെ പ്രിയൻ എവിടെയുണ്ടെന്ന് എന്നോട് പറയുക. എന്നിൽ നിന്ന് അവൻ മറിഞ്ഞിരിക്കുന്നത് എവിടെയെന്ന് എന്നോട് പറയുക. ഉത്തമഗീതം 3:3. അലഞ്ഞു നടക്കാതെ എനിക്കവനെ എവിടെ കണ്ടെത്താനാകും? ഉത്തമഗീതം 1:7. എനിക്കു ദുരിതം. നിങ്ങൾ ഏറെ വിനീതരാണെങ്കിലും എനിക്കുത്തരം നൽകുന്നില്ല. എന്റെ പ്രിയൻ അവന്റെ മുഖവും സൗന്ദര്യവും നിങ്ങളുടെ മുൻപിൽ നിന്ന് ഒരിക്കലും പിൻവലിക്കാത്തതുകൊണ്ട് എന്റെ പ്രിയന്റെ ഒളിസങ്കേതം നിങ്ങൾക്കു നന്നായി അറിയാമല്ലോ. അതിനുശേഷം അവൾ എല്ലാ സൃഷ്ടികളോടുമായി ഇപ്രകാരം പറഞ്ഞു: ഓ സ്വർഗങ്ങളെ, നിങ്ങൾ വളരെ സുന്ദരവും വിശാലവുമാണ്. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും മനോഹരങ്ങളും ഉജ്ജ്വല പ്രഭയുമുള്ളതുമാണ്. മൂലപദാർത്ഥങ്ങളെല്ലാം വളരെ ശക്തമാണ്. ഭൂമിയാകട്ടെ സൗഗന്ധിക സസ്യങ്ങളാലും
ഔഷധികളാലും അലങ്കരിക്കപ്പെട്ടതാണ്. സമുദ്രങ്ങളുടെ ഔന്നിത്യം ആസ്വാദ്യകരമാണ്. പക്ഷികൾ അതിവേഗതയുള്ളതാണ്. ലവണങ്ങൾ മണ്ണിനടിയിൽ മറഞ്ഞിരിക്കുന്നു. മൃഗങ്ങൾ അവയുടെ ശക്തിയിൽ ധൈര്യശാലികളാണ്. ഇവയെല്ലാം ഒരുമയിൽ ശുശ്രൂഷയിലൂടെ എന്റെ പ്രിയനിലേക്കുള്ള വഴി പഠിപ്പിക്കുന്നു. അവർ അവയെ സ്നേഹിക്കുന്നവനു ചുറ്റും പ്രദക്ഷിണ വഴിയിലാണ്. എന്റെ ഹൃദയം ജ്വലിക്കുകയും സ്നേഹത്തിൽ മോഹാലസ്യപ്പെടുകയും ചെയ്യുന്നു. പരിശുദ്ധ രാജ്ഞിയിൽ മറഞ്ഞിരുന്ന ജ്ഞാനം കാണാൻ സർപ്പത്തിന് കഴിഞ്ഞില്ല. എങ്കിലും അവൻ തന്റെ അഹങ്കാരം നിമിത്തം പലതരം യുദ്ധമുറകളിലൂടെ ദൈവത്തിന്റെ നഗരത്തെ വളഞ്ഞു. ഈ യുദ്ധത്തിനിടയിൽ സൂത്രശാലിയായ ശത്രു പലപ്പോഴും തന്റെ യുദ്ധസാമഗ്രികൾ മാറ്റിയിരുന്നു. എങ്കിലും ശക്തയായ രാജ്ഞിയെ തൊടാൻ അവന് കഴിഞ്ഞില്ല. അവൾ ധൈര്യത്താൽ അലംകൃതയായിരുന്നു. അവളുടെ വസ്ത്രങ്ങൾ വിശുദ്ധിയും ഉപവിയുമായിരുന്നു. അവ അവൾക്ക് പടത്തൊപ്പിയായി ഭവിച്ചു. കോപത്താൽ അന്ധനായ സർപ്പം അവളുടെ ജീവനെടുക്കാൻ തീരുമാനിച്ചു. ഈ പരിശ്രമത്തിൽ അവർക്ക് വിജയം കാണാൻ കഴിഞ്ഞില്ല. ഈ ഉദ്യമം വിജയിക്കാതെ വന്നപ്പോൾ സാത്താൻ ദേവാലയത്തിലെ അവളുടെ കൂട്ടുകാരികളായ കന്യകമാരുടെ ഹൃദയങ്ങളിൽ അസൂയയുടെ വിത്തുകൾ പാകി. മറിയമാകുന്ന സൂര്യന്റെ പ്രകാശം അവരുടെ തേജസ്സിനെ നിഷ്പ്രഭമാക്കും. അവർ ശ്രദ്ധിക്കപ്പെടാതെ പോകും. അവരുടെ ഉപേക്ഷ പുരോഹിതന്മാരുടെയും ഗുരുനാഥയുടെയും മുൻപിൽ വെളിപ്പെടും. അവരുടെ വിലയിരുത്തലിൽ മേരി മാത്രം പ്രീതിപാത്രമാകുമെന്ന ചിന്ത വ്യാളി അവരുടെ ഹൃദയങ്ങളിൽ കുത്തിവെച്ചു. പരിശുദ്ധ രാജ്ഞിയുടെ സഹപാഠികൾ ഈ ചീത്ത വിത്ത് തങ്ങളുടെ ഉള്ളിൽ വിതയ്ക്കാൻ പിശാചിനെ അനുവദിച്ചു. എന്തെന്നാൽ അവർ ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യമില്ലാത്തവരും അനുഭവമില്ലാത്തവരുമായിരുന്നു. പരിശുദ്ധ മറിയത്തോട് വെറുപ്പുണ്ടാകുന്നതുവരെ അതു വളരാൻ അവർ അനുവദിച്ചു. അവർ അവളോട് വെറുപ്പോടെ പെരുമാറാൻ തുടങ്ങി. എന്തെന്നാൽ നിഷ്കളങ്കയായ ആ മാടപ്രാവിന്റെ ശാലീനത അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. വീണ്ടു വിചാരമില്ലാത്ത ആ പെൺകുട്ടികളെ പിശാച് ഉത്തേജിപ്പിച്ചു. അവളെ ദ്രോഹിക്കാൻ അവർ പരസ്പരം ആലോചിച്ചു. അവർ അവളോട് വളരെ പരുഷമായി പെരുമാറി. അവളുടെ സുഹൃതങ്ങളെല്ലാം പുരോഹിതരുടെയും അധ്യാപകരുടെയും പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടിയുള്ള കപടനാട്യമാണെന്ന് പറഞ്ഞ് അവളെ പരിഹസിച്ചു. മറ്റുള്ളവരുടെ തെറ്റുകൾ പെരുപ്പിച്ചു കാട്ടി അവരെപ്പറ്റി പരാതി പറയുന്നുവെന്ന് ആരോപിച്ച് അവളെ ശാസിച്ചു. അവളെ ഒന്നിനും കൊള്ളാത്തവളായി അവർ മുദ്രകുത്തി. ഇതെല്ലാം മറിയം യാതൊരു പരാതിയും കൂടാതെ നിശബ്ദം സഹിച്ചു. അവൾ പറഞ്ഞു, എന്റെ സ്വാമിനിമാരെ, നിങ്ങളിൽ ഏറ്റവും അപൂർണയും കുറവുള്ളവളും ഞാനാണ്. നിങ്ങൾ എന്നേക്കാൾ അറിവുള്ളവരായതിനാൽ എന്റെ തെറ്റുകൾ ക്ഷമിക്കുകയും എന്നെ തിരുത്തുകയും ചെയ്യണം. നിങ്ങളോട് ഞാൻ യാചിക്കുന്നു, നിങ്ങളുടെ സൗഹൃദം എനിക്ക് നിഷേധിക്കരുതേ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും ഞാൻ അനുസരിച്ചു കൊള്ളാം. നിങ്ങൾ എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് എന്നോട് പറയുക. എന്നാൽ ഈ എളിമയും വിധേയത്വവും ഒന്നും അവരുടെ കഠിനഹൃദയങ്ങളെ മയപ്പെടുത്താൻ പര്യാപ്തമായില്ല. എന്തെന്നാൽ അവരിൽ സർപ്പത്തിന്റെ വിഷലിപ്തമായ കോപം ആളിക്കത്തിയിരുന്നു. അവളുടെ എളിമയെ പ്രതിയാണ് അവളോട് അവൻ തുറന്ന യുദ്ധത്തിന് തയ്യാറായത്. വെളിപ്പാട് 12:13-17 വരെ. ഈ പീഡനം ദിവസങ്ങളോളം നീണ്ടുനിന്നു. ഇതിനിടയിൽ എളിമ, ക്ഷമ, വിനയം, സംയമനം എന്നിവയാൽ അവരെ അനുനയിപ്പിക്കാൻ അവൾ വൃഥ ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. ഏറ്റവും എളിമയുള്ള ഈ കുഞ്ഞാടിന്റെ മേൽ കൈവയ്ക്കാനും അവളുടെ ജീവൻ പോലും എടുക്കത്തക്ക തരത്തിൽ അവളോട് ക്രൂരമായി പെരുമാറാനും പിശാച് അവരെ പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ ദൈവനിന്ദാപരമായ ഈ പദ്ധതി നടപ്പിലാക്കുവാൻ കർത്താവ് അവരെ അനുവദിച്ചില്ല. വാക്കുകൾ കൊണ്ട് പരിഹസിക്കാൻ മാത്രമേ അവരെ അവിടുന്ന് അനുവദിച്ചുള്ളൂ. ഈ കലഹം ഗുരുനാഥയിൽ നിന്നും പുരോഹിതരിൽ നിന്നും മറയ്ക്കപ്പെട്ടിരുന്നു. എല്ലാ സദ്ഗുണങ്ങളും പരിശീലിക്കാനുള്ള അവസരമാക്കി മറിയം ഈ കാലയളവിനെ പ്രയോജനപ്പെടുത്തി. അവൾ ഉപവിയുടെയും എളിമയുടെയും സാഹസിക പ്രവൃത്തികൾ ചെയ്തു. തിന്മയ്ക്കു പകരം നന്മകളും ശാപങ്ങൾക്കു പകരം അനുഗ്രഹങ്ങളും ദൈവനിന്ദയ്ക്കു പകരം പ്രാർത്ഥനകളും അവൾ നൽകി. 1 കോരിന്തോസ് 4:12-13. അവൾ തന്റെ എളിമയാൽ സെറാഫിമുകളുടെ ഔന്നത്യത്തെയും മറികടന്നു. ഒരു ദിവസം പൈശാചിക പ്രേരണയാൽ അവളുടെ കൂട്ടുകാർ അവളെ കൂടുതൽ സൗകര്യപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി വിശ്രമമുറിയിലേക്ക് കൊണ്ടുവന്നു. അവളെ പ്രകോപിതയാക്കാൻ അവർ കിണഞ്ഞു പരിശ്രമിച്ചു. എന്നാൽ സുകൃതങ്ങളുടെ ഈ രാജ്ഞി ഒരു നിമിഷം പോലും തിന്മയ്ക്കടിമപ്പെടാതെ ഏറ്റവും കാരുണ്യത്തോടെ അവർക്ക് മറുപടി നൽകി. അവരുടെ ലക്ഷ്യം പരാജയപ്പെട്ടപ്പോൾ
അവർ അത്യധികം കോപിഷ്ഠരായി. അവർ കലപില ശബ്ദമുയർത്തി ദേവാലയം മുഴുവൻ അസ്വസ്ഥമാക്കി. ശബ്ദം പുറപ്പെട്ട ഭാഗത്തേക്ക് പുരോഹിതരും അധ്യാപകരും ഓടിയെത്തി. ഈ കലഹത്തിന്റെ കാരണം എന്താണെന്ന് അവർ കാർക്കശ്യത്തോടെ ചോദിച്ചു. ഏറ്റവും എളിമയുള്ള ഈ വെള്ളരിപ്രാവ് നിശബ്ദയായി നിന്നു. മറ്റു കന്യകമാർ കോപാവേശത്താൽ ഉത്തരം പറഞ്ഞു. നസ്രത്തിലെ മേരി അവളുടെ അസഹനീയമായ സ്വഭാവരീതി കൊണ്ട് ഞങ്ങളെ പ്രകോപിപ്പിക്കുന്നു. ഇവൾ ഈ ദേവാലയം വിട്ടുപോകണം. ഇവളുമായി സമാധാനത്തിൽ കഴിഞ്ഞു പോകാൻ സാധ്യമല്ല. ഞങ്ങൾ അവളുടെ തന്നിഷ്ടം വകവെച്ചു കൊടുക്കുമ്പോൾ അവൾ ഞങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുന്നു. ഞങ്ങൾ അവളെ ശാസിക്കുമ്പോൾ അവൾ ഞങ്ങളെ പരിഹസിക്കുന്നു. അവൾ കൃത്രിമമായ എളിമ കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ കാൽക്കൽ വീഴുന്നു. വീണ്ടും വഴക്കടിച്ച് ഞങ്ങളെ അസ്വസ്ഥരാക്കുന്നു. പുരോഹിതരും ഗുരുനാഥയും മറിയത്തെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. അവരുടെ എല്ലാ ആരോപണങ്ങളും മുഖവിലക്കെടുത്തുകൊണ്ട് അവളെ കഠിനമായി ശകാരിച്ചു. ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കാൻ അനുയോജ്യമായ രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ ദേവാലയത്തിൽ നിന്നും അവളെ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞ് അധ്യാപകർ അവളെ വിട്ടയച്ചു. അവൾ തന്റെ സഹപാഠികളുടെ അടുത്തു ചെന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് അവളുടെ മേൽ ആരോപിക്കപ്പെട്ട എല്ലാ തെറ്റുകൾക്കും ക്ഷമ ചോദിച്ചു. ഇപ്രാവശ്യം അവർ അവളെ അല്പം കൂടി സൗഹൃദഭാവത്തിൽ സ്വീകരിച്ചു. പുരോഹിതരും അധ്യാപകരും തങ്ങളുടെ പക്ഷത്ത് നിലകൊണ്ടതിൽ അവർ സന്തോഷിച്ചു. അതിനാൽ അവർ കൂടുതൽ ധൈര്യമാർജിച്ച് പരിശുദ്ധ കന്യകയെ അവഹേളിച്ചു. അവർ പിശാചിന്റെ പ്രേരണയ്ക്ക് വശംവദരായി പുതിയ കുറ്റാരോപണങ്ങൾ നടത്തി. പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ അവൾ സഹിച്ചു. പുരോഹിതരുടെയും അധ്യാപകരുടെയും ഉപദേശങ്ങളും ശാസനകളും എല്ലാം കൂടുതൽ പുണ്യസമ്പാദനത്തിനുള്ള മാർഗമായി അവൾ സ്വീകരിച്ചു. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുകയോ മയങ്ങുകയോ ഇല്ല. സങ്കീർത്തനം 121:4. തന്റെ പ്രിയ വധുവായ മേരിയുടെ നിലവിളി കേട്ടില്ല എന്ന് ഭാവിച്ചെങ്കിലും അവളുടെ നീണ്ടു നിൽക്കുന്ന സഹനങ്ങളിൽ അവൻ ആനന്ദിച്ചു. ഈ സഹനങ്ങൾ മഹത്തായ വിജയങ്ങൾക്കും സ്വർഗദൂതന്മാരുടെ ആനന്ദത്തിനും വഴിയൊരുക്കി. മേരി എന്ന ഫിനിക്സ് അവളുടെ എളിമയുടെ ചാരത്തിൽ നിന്ന് പുതുജീവൻ പ്രാപിക്കേണ്ടതിനും അവളുടെ ഏറ്റവും വിമല ഹൃദയം വീണ്ടും വീണ്ടും പുതുജീവൻ പ്രാപിച്ച് ദൈവകൃപയുടെ പുതിയ തലങ്ങളിലേക്ക് ഉയരേണ്ടതിനായി നീറിപ്പടരുന്ന പീഡനത്തിന്റെ അഗ്നിയിലൂടെ അവൾ കടന്നു പോകേണ്ടതുണ്ടായിരുന്നു. പിശാചിന്റെ ദാസ്യത്തിലായിരുന്ന കന്യകമാരുടെ അസൂയ വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇതിന് അറുതി വരുത്താൻ അനുയോജ്യമായ സമയം വന്നപ്പോൾ കർത്താവ് പുരോഹിതന് നിദ്രയിൽ പ്രത്യക്ഷനായി പറഞ്ഞു, എന്റെ ദാസി മേരി എന്റെ കണ്ണിന് ആനന്ദമാണ്. അവൾ എന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രീതിപാത്രമാണ്. അവൾ നിഷ്കളങ്കയാണ്. അവളിൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ വ്യാജമാണ്. ഇതേ വെളിപാട് തന്നെ കന്യകമാരുടെ അധ്യാപികയായ അന്നായ്ക്കും ലഭിച്ചു. അന്ന് പ്രഭാതത്തിൽ പുരോഹിതനും ഗുരുനാഥയും പരസ്പരം തങ്ങൾക്കു ലഭിച്ച ഈ സന്ദേശം പങ്കുവച്ച് സ്ഥിരീകരിച്ചു. ഈ പെൺകുട്ടികളാൽ അവർ വഞ്ചിക്കപ്പെട്ടതിനെ ഓർത്ത് പരിതപിച്ചു. പെൺകുട്ടികളുടെ തെറ്റായ പ്രസ്താവനകളെ വിശ്വസിച്ച് അവളെ ശാസിച്ചതിന് മാപ്പു ചോദിച്ചു. അതിനു തക്ക പരിഹാരം ചെയ്യുമെന്നും അവരുടെ പീഡനത്തിൽ നിന്നും അവളെ സംരക്ഷിക്കുമെന്നും വാക്കുകൊടുത്തു. വിനയത്തിന്റെ ഇരിപ്പിടമായ അവൾ പുരോഹിതരോടും ഗുരുനാഥയോടും ഇപ്രകാരം പറഞ്ഞു, എന്റെ മേലധികാരികളെ, ഞാൻ നിങ്ങളുടെ ശാസന അർഹിക്കുന്നവളാണ്. ഈ യാതനയിലൂടെ കടന്നു പോകുന്നതിൽ നിന്നും എന്നെ തടയരുതെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അത് എനിക്ക് ഏറ്റവും ആവശ്യമാണ്. എന്റെ സഹോദരിയുമായുള്ള ഇടപെടൽ എനിക്ക് വിലമതിക്കപ്പെട്ടതാണ്. എന്റെ തെറ്റുകൊണ്ട് എനിക്കത് നഷ്ടമാകാൻ ഇടയാകരുത്. എന്നെ സഹായിച്ചതിന് ഞാൻ അവരോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. അതിന് പ്രത്യുപകാരമായി അവരെ കൂടുതൽ വിശ്വസ്തയോടെ ശുശ്രൂഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റെന്തെങ്കിലുമാണ് നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഹിതം നിറവേറ്റാൻ ഞാൻ തയ്യാറാണ്. പരിശുദ്ധ രാജ്ഞിയുടെ ഈ വാക്കുകൾ പുരോഹിതനെയും അധ്യാപികയെയും അമ്പരപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. അവർ അവളുടെ എളിയ അഭ്യർത്ഥന അംഗീകരിച്ചു. ആ സമയം മുതൽ അവർ അവളെ കൂടുതൽ വാത്സല്യത്തോടും ബഹുമാനത്തോടും കൂടി ശ്രദ്ധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തു. അവൾ അവരുടെ കരം ചുംബിക്കാൻ അനുവാദം ചോദിക്കുകയും ആശീർവാദം അപേക്ഷിക്കുകയും ചെയ്തു. അതോടുകൂടി അവർ അവളെ വിട്ടയച്ചു. തൊണ്ട വരണ്ടിരിക്കുന്ന സമയത്ത് കുളിർ ജലം കൺമുൻപിൽ കാണുമ്പോൾ ദാഹം വർദ്ധിക്കുന്നതുപോലെയും പെട്ടെന്ന് കയ്യെത്താ ദൂരത്തേക്ക് അത് പിൻവലിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നൊമ്പരം പോലെയുമായിരുന്നു സഹനം പിൻവലിക്കപ്പെട്ടപ്പോൾ മേരി അനുഭവിച്ച വ്യസനം. ദൈവസ്നേഹത്തിനായി അവൾ ദാഹിക്കുകയും തപിക്കുകയും ചെയ്തു. പുരോഹിതന്റെയും അധ്യാപികയുടെയും സൂക്ഷ്മ നിരീക്ഷണത്തിനും
ശ്രദ്ധയ്ക്കുമിടയിൽ സഹനമാകുന്ന നിധി നഷ്ടമാകുമല്ലോ എന്ന് അവൾ ഭയപ്പെട്ടു. മേരിയെക്കുറിച്ച് പുരോഹിതനും അവളുടെ അധ്യാപികയ്ക്കുമുണ്ടായ മതിപ്പിൽ മറ്റു കന്യകമാരുടെ പീഡനത്തിന്റെ ശക്തി കുറഞ്ഞു. ദൈവം അവരെ നിയന്ത്രിക്കുകയും അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിൽ നിന്ന് സാത്താനെ വിലക്കുകയും ചെയ്തു. തന്റെ പ്രിയ മണവാട്ടിയിൽ നിന്നും നീണ്ട 10 വർഷത്തേക്കാണ് ദൈവം മറഞ്ഞു നിന്നത്. ഈ നീണ്ട കാലയളവിൽ വളരെ കുറച്ചു പ്രാവശ്യം മാത്രമേ തന്റെ പ്രിയയുടെ ആശ്വാസത്തിനായി അവിടുന്ന് മൂടുപടം നീക്കിയുള്ളൂ. ശൈശവത്തിന്റെ ലാളനയും വളരെ കുറച്ചു മാത്രമേ നൽകിയുള്ളൂ. അത്യുന്നതന്റെ നിശ്ചയപ്രകാരമുള്ള ഉന്നത പദവിക്ക് അവൾ യോഗ്യയായി തീരാൻ ദൈവികമായ അസാന്നിധ്യത്തിലൂടെയും ഉള്ള പരിശീലനം അവൾക്ക് ആവശ്യമായിരുന്നു. രാജാവിന്റെ ദർശനം തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരുന്നാൽ ഒരു വെറും സൃഷ്ടിയുടെ സാധാരണ സഹനം പോലും സ്വീകരിക്കാൻ അവൾ പ്രാപ്തയാകുമായിരുന്നില്ല. കർത്താവിന്റെ പ്രവാസത്തിന്റെയും അസാന്നിധ്യത്തിന്റെയും ഈ കാലഘട്ടത്തിൽ അവൾക്ക് വളരെയധികം കൃപാദാനങ്ങളും അതിസ്വാഭാവിക ജ്ഞാനവും ലഭിച്ചു. ദൈവത്തിന്റെ കരം ഒരിക്കലും അവളിൽ നിന്ന് പിൻവലിക്കപ്പെട്ടിരുന്നില്ല. അവളുടെ പിതാവായ യോവാക്കിമിന്റെ മരണത്തിനു ശേഷമാണ് അവൾക്ക് നാരകീയ പീഡനം ആരംഭിച്ചത്. ഇത് അവൾക്ക് 12 വയസ്സാകുന്നത് വരെ തുടർന്നു. ഈ പ്രായം തികഞ്ഞപ്പോൾ മാലാഖമാർ അവളോട് ഇപ്രകാരം പറഞ്ഞു: മേരി, നിന്റെ വിശുദ്ധ മാതാവ് അന്നായുടെ അന്ത്യം ദൈവനിശ്ചയപ്രകാരം അടുത്തു വരികയാണ്. രാജാവ് അവളുടെ മർത്യശരീരത്തിന്റെ തളവറയിൽ നിന്ന് അവളെ മോചിപ്പിക്കാനും അവളുടെ പ്രയത്നങ്ങൾക്ക് ആനന്ദകരമായ ഒരു പര്യവസാനം നൽകാനും തീരുമാനിച്ചിരിക്കുന്നു. അപ്രതീക്ഷിതവും ദുഃഖകരവുമായ ഈ സന്ദേശം ശ്രവിച്ചപ്പോൾ അവളുടെ ഹൃദയം നൊന്തു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത്യുന്നതന്റെ മുൻപിൽ അവൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് വിശുദ്ധ അന്നായ്ക്ക് ആനന്ദകരമായ ഒരു മരണം ലഭിക്കുന്നതിനു വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിച്ചു: യുഗങ്ങളുടെ രാജാവേ, അദൃശ്യനും നിത്യനുമായ കർത്താവേ, അമർത്യനും സർവശക്തനും പ്രപഞ്ച സ്രഷ്ടാവുമായവനെ, വെറും പൊടിയും ചാരവുമായ ഞാൻ അങ്ങയുടെ മുൻപാകെ ഏറ്റുപറയുന്നു. അങ്ങയുടെ മഹത്വത്തോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എന്റെ കർത്താവിനോട് സംസാരിക്കുന്നതിൽ നിന്നും എന്നെ തടയരുത്. എന്റെ ഹൃദയം അവിടുത്തെ മുൻപിൽ ഞാൻ തുറന്നു വയ്ക്കുന്നു. ഓ ദൈവമേ, അങ്ങയുടെ ഈ ദാസിയെ അങ്ങ് പരിത്യജിക്കുകയില്ലെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഞാൻ എത്രയോ അഭിലഷിക്കുന്നു. വിജയശ്രീലാളിതയായി അവൾ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധരോടൊപ്പം ആ വാതിലിൽ പ്രവേശിച്ചു കൊള്ളട്ടെ. അങ്ങയുടെ ശക്തമായ കരങ്ങൾ അവൾക്ക് ബലം പകരട്ടെ. ഓ എന്റെ പിതാവേ, അങ്ങയുടെ സൗഹൃദത്തിലേക്കും കൃപയിലേക്കും അവളെ സ്വീകരിക്കണമേ. എന്തെന്നാൽ സത്യസന്ധമായ ഒരു ഹൃദയത്തോടെ അവൾ എല്ലായ്പ്പോഴും അതിനെ തിരഞ്ഞിരുന്നു. തന്റെ പ്രേയസിയുടെ ഈ യാചനകൾക്ക് കർത്താവ് പ്രത്യക്ഷമായി പ്രതികരിച്ചില്ല. എന്നാൽ അന്നു രാത്രിയിൽ രാജാവ് പരിശുദ്ധ കന്യകയുടെ കാവൽ മാലാഖമാരോട് അവളെ അമ്മയുടെ രോഗശയ്യയിൽ എത്തിക്കാൻ കൽപ്പിച്ചു. മാലാഖമാർ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് മറിയത്തെ അവളുടെ അമ്മയുടെ മുറിയിൽ എത്തിച്ചു. അപ്രകാരം അമ്മയുടെ അരികിലെത്തിയപ്പോൾ അവൾ അമ്മയുടെ കരം ചുംബിച്ച് ഇപ്രകാരം പറഞ്ഞു: എന്റെ അമ്മേ, അത്യുന്നതനായിരിക്കട്ടെ അങ്ങയുടെ പ്രകാശവും ശക്തിയും. അവിടുന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ ദയാദാക്ഷിണ്യത്താൽ അമ്മയുടെ അവസാന ആശീർവാദം എനിക്ക് നഷ്ടമാകാൻ അവിടുന്ന് അനുവദിച്ചില്ല. ഇപ്പോൾ അമ്മയുടെ കരങ്ങളിൽ നിന്നു ഞാനത് സ്വീകരിക്കട്ടെ. അവളുടെ അവസാന ആശീർവാദം മേരിക്ക് കൊടുക്കുകയും നിറഞ്ഞൊഴുകുന്ന ഹൃദയത്തോടെ അവളുടെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപയ്ക്ക് കർത്താവിനോടവൾ നന്ദി പറയുകയും ചെയ്തു. എന്തെന്നാൽ അവളുടെ മകളും അമ്മയുമായവളുടെ കൂദാശ അവൾ അറിഞ്ഞിരുന്നു. ഈ വേളയിൽ മേരി അവളോട് കാണിച്ച സ്നേഹത്തിന് നന്ദി പറയാനും അവൾ മറന്നില്ല. ഇപ്രകാരം ശ്രേഷ്ഠവും സ്വർഗീയവുമായ സംഭാഷണങ്ങളുടെ മധ്യേ അനുഗ്രഹീതയായ വിശുദ്ധ അന്ന കരുണയുടെ സിംഹാസനമായ തന്റെ മകൾ മേരിയുടെ കരങ്ങളിൽ ആയിരുന്നു കൊണ്ട് തന്റെ ഏറ്റവും നിർമ്മലമായ ആത്മാവിനെ സൃഷ്ടാവിന് ഭരമേൽപ്പിച്ചു. വിശുദ്ധ അന്ന ആവശ്യപ്പെട്ടതുപോലെ അവൾ അമ്മയുടെ കണ്ണുകൾ അടച്ചു. സംസ്കാരത്തിനായി ആ ദിവ്യശരീരം കിടത്തിയതിനു ശേഷം മാലാഖമാർ അവളെ സംവഹിച്ച് വീണ്ടും ദേവാലയത്തിൽ തിരികെ എത്തിച്ചു. അത്യുന്നതൻ അവളുടെ അമ്മയുടെ മരണത്തിലുള്ള പുത്രി സഹജമായ സ്നേഹത്തിന്റെ ശക്തമായ ഒഴുക്കിനെ തടഞ്ഞില്ല. കാരണം ആ ദുഃഖം വളരെ സ്വാഭാവികമായിരുന്നു. തന്റെ അമ്മയിൽ ദൈവം ചൊരിഞ്ഞ അനന്ത കരുണയ്ക്ക് അവൾ ദൈവത്തിന് നന്ദി അർപ്പിച്ചു. അവിടുന്ന് അവളുടെ അമ്മയോട് ജീവിതത്തിലും മരണത്തിലും കാരുണ്യം കാണിച്ചു. നമ്മുടെ സ്വർഗീയ രാജകുമാരിക്ക് വ്യക്തമായ ദൈവദർശനം ലഭിക്കാനുള്ള ദിവസം അടുത്തു വരുന്നത് പോലെ തോന്നിത്തുടങ്ങിയിരുന്നു. പ്രഭാതത്തിന്റെ ആഗമനം സൂചിപ്പിക്കുന്നത് പോലെ
അവളുടെ ആത്മാവിലേക്ക് ദിവ്യപ്രകാശത്തിന്റെ രശ്മികൾ പതിക്കാൻ തുടങ്ങിയിരുന്നു. അദൃശ്യമായ ആ അഗ്നിയുടെ സാമീപ്യത്തിൽ അവളുടെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങി. അവൾ തന്റെ മാലാഖമാരോട് ചോദിച്ചു, എന്റെ സുഹൃത്തുക്കളും വിശ്വസ്തരുമായ മാലാഖമാരെ, രാത്രിയുടെ ഏതു മണിക്കൂറാണിപ്പോൾ? എപ്പോഴാണ് പകലിന്റെ വെളിച്ചം ഉയരുന്നത്? എന്റെ കണ്ണുകൾ നീതിസൂര്യനെ ദർശിക്കുകയും അത് എന്റെ മിഴികളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നതെപ്പോൾ? പരിശുദ്ധ മാലാഖമാർ അവൾക്ക് ഇപ്രകാരം ഉത്തരമരുളി, അത്യുന്നതന്റെ വധുവേ, അങ്ങയുടെ പ്രകാശത്തിനും സത്യത്തിനും വേണ്ടിയുള്ള ആഗ്രഹം സഫലമാകാൻ പോവുകയാണ്. ഈ വാക്കുകൾ ശ്രവിച്ചപ്പോൾ പരിശുദ്ധ മാലാഖമാരുടെ മൂടുപടം മാറ്റപ്പെട്ടു. അവളുടെ ആദ്യ വർഷങ്ങളിൽ അവൾക്കു കാണപ്പെട്ടിരുന്നതുപോലെ ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കാതെ തന്നെ അവൾക്ക് ദർശനം ലഭിച്ചു. ഇത് അവളുടെ ബുദ്ധിയെയും ആത്മാവിനെയും ശാന്തമാക്കുന്നതിനും പുതിയ കൃപകൾ കൊണ്ട് നിറയ്ക്കുന്നതിനുമായിരുന്നു. അവൾ ഉടനെ സ്വീകരിക്കാൻ പോകുന്ന ദർശനത്തിന് കർത്താവ് അവളെ ഒരുക്കുകയായിരുന്നു. സ്വർഗീയ രാജാവ് അവിടുത്തെ മുഖാവരണം മാറ്റി. ദീർഘകാല പ്രവാസത്തിനു ശേഷം വേറിട്ടൊരു ദൈവദർശനത്തിലൂടെ തന്റെ മണവാട്ടിയും വിശുദ്ധയുമായ മേരിക്ക് അവൻ സ്വയം വെളിപ്പെടുത്തി. ഈ ദർശനങ്ങൾ തോന്നലിലൂടെയല്ല, അമൂർത്തമായ ഛായകളിലൂടെയാണ് നൽകപ്പെട്ടത്. ഇതിലൂടെ സ്വർഗീയ രാജ്ഞിയിൽ അനർഗളമായി ഒഴുകിക്കൊണ്ടിരുന്ന കണ്ണുനീർ കർത്താവ് തുടച്ചുമാറ്റി. അവളുടെ സ്നേഹവാത്സല്യങ്ങൾക്കും ഉത്കണ്ഠയ്ക്കും പ്രതിസമ്മാനം നൽകി. അവളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കി. തന്റെ പ്രിയന്റെ കരങ്ങളിൽ അവൾ അത്യാനന്ദത്താൽ ആമഗ്നയായി. ഉന്നതത്തിലേക്ക് പറന്നുയരാൻ കൊതിക്കുന്ന ആ കഴുകന്റെ യൗവനം നവീകരിച്ചു. സങ്കീർത്തനം 103:5. ഈ ദർശനത്തിന്റെ ഫലമായി മറ്റൊരു സൃഷ്ടിക്കും കയറാനാവാത്ത ഉയരത്തിൽ അവൾ കയറി. നമ്മുടെ കൊച്ചു രാജകുമാരി ഈ ദർശനത്തിലൂടെ നവീകരിക്കപ്പെട്ടു. നിരന്തരം സ്തോത്രഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് അവൾ അവിടുത്തെ ആരാധിച്ചു. അവൾ ദൈവത്തോട് കൂടുതൽ ചേർന്നിരുന്നു. അവളുടെ എളിമയും മറ്റെല്ലാ ഗുണങ്ങളും വർദ്ധിച്ചു വന്നു. അത്യുന്നതന്റെ ഹിതം നിറവേറ്റുകയായിരുന്നു അവളുടെ ഏക ലക്ഷ്യം.